കോഴിക്കോട് സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് നേരെ കാർ ഡ്രൈവറുടെ പരാക്രമം. കളിച്ചുകൊണ്ടിരിക്കെ കുട്ടികൾക്ക് നേരെ കാർ ഓടിച്ചു. പേരാമ്പ്ര കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ ഒരു അപകടം തന്നെ ഒഴിവാവുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, എന്തായിരുന്നു അവിടെ നടന്ന പ്രശ്നം? ആ കുട്ടികൾ അവിടെ കളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ, അത് അതിനപ്പുറത്തേക്കാണോ? എന്താണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്? എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? പൂജ, ഇന്ന് രാവിലെയാണ് കൂത്താളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഒരു 10 കുട്ടികളോളം ഉണ്ട്. അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ KL 18 D 5960 എന്ന നമ്പറിലുള്ള മാരുതി ആൾട്ടോ വാഹനം, ആ കാർ അപകടകരമായ വിധമാണ് ഓടിച്ച് കയറ്റിയത്. സ്കൂൾ ഗ്രൗണ്ടാണ്, മറ്റ് സ്വകാര്യ സ്ഥലമല്ല, കുട്ടികൾ പതിവായി കളിക്കുന്ന സ്ഥലമാണ്. ഇന്ന് സ്കൂൾ അവധിയായിരുന്നു. പക്ഷേ കുട്ടികൾ പരിശീലനത്തിനും മറ്റുമൊക്കെയായി സ്കൂളിൽ വന്ന് അവിടെ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് ഈ കാർ വന്ന് കയറിയത്. കുട്ടികൾ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു, പക്ഷേ പിന്തുടർന്ന് പോകുന്ന രീതിയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. CCTV ദൃശ്യമാണ്. കുട്ടികൾ പല സമയങ്ങളിലായി ഒഴിഞ്ഞു മാറി പോയതുകൊണ്ടാണ് അപകടം ഒഴിവായത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ സ്കൂൾ അധികൃതർ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇക്കാര്യം അന്വേഷിച്ച് വരികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായും ഈ വണ്ടിയുടെ നമ്പറൊക്കെ പരിശോധിച്ച് വാഹനമുടമയും വണ്ടി ഓടിച്ച ആളെയും ഒക്കെ പോലീസിന് കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ സാധാരണ കാണാറുള്ളത് സ്കൂൾ ഡ്രൈവിംഗ് പരിശീലനമൊക്കെ നടത്തുന്ന വാഹനങ്ങളോ മറ്റോ ആണെങ്കിൽ, ഈ ഡ്രൈവിംഗ് ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് സ്കൂൾ ഗ്രൗണ്ടാണ്. അങ്ങനെ വാഹനം ഓടിക്കാനും പരിശീലനത്തിനുമൊന്നായി ഈ ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങൾ കയറുക പതിവുള്ളതല്ല. ഇതെന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ അധികൃതർ ഗ്രൗണ്ടാണ്, കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്.